ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ കർത്താവ് ആ കാലഘട്ടത്തിലെ 7 സഭാ സമൂഹങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഓരോ സഭാ സമൂഹത്തിനും കർത്താവ് പ്രോത്സാഹനം നൽകുന്നു. അവരിൽ തിരുത്തേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് കർത്താവ് പറയുന്നു. അതൊക്കെ ഒരു അർത്ഥത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പരാതികളാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ തിരുത്തപ്പെടുകയാണെങ്കിൽ അവർക്ക് നൽകുന്ന സമ്മാനം എന്താണെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അവർ പലരെയും അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. സ്ഥിരീകരണം കർത്താവ് പ്രഖ്യാപിക്കുന്നു. ഇത് 7 സഭകൾക്ക് നൽകുന്ന ഈ സന്ദേശങ്ങളും ആ കാലഘട്ടത്തിലെ സഭകൾക്ക് മാത്രമല്ല, കാലങ്ങളേറെ കഴിഞ്ഞാലും എക്കാലത്തെയും ക്രൈസ്തവ സമൂഹങ്ങൾക്കും വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിനും ഇത് വലിയ ദർശനങ്ങളും ചിന്തകളും നൽകുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെ ലവുദിക്കയിലെ സഭയ്ക്ക് കർത്താവ് നൽകുന്ന ദൂതിനെക്കുറിച്ചാണ്. ഇതിലെ 7 സഭകൾക്കുള്ളതിലെ ഏറ്റവും അവസാനത്തെ കത്താണ് ഈ ലവുദിക്കയിലെ സഭയ്ക്ക് കർത്താവ് നൽകുന്നത്. ഇതൊരുവിധം നീട്ടമുള്ളൊരു കത്താണ് കർത്താവ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വളരെ ശക്തമായിട്ടുള്ള താക്കീതും മുന്നറിയിപ്പും കർത്താവ് ഇതിൽ നൽകുന്നുണ്ട്. ഇത് ആധുനിക ടർക്കിയിലുള്ള ഒരു സഭയാണ് ലവുദിക്കയിലെ സഭ. ഏതാണ്ട് ടർക്കിയിലെ മധ്യഭാഗത്താണ് ലവുദിക്ക ഉള്ളത്. 7 സഭകളിൽ വെച്ച് ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്താണ് ഈ സഭ സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ എഫെസോസിന് ഏതാണ്ട് ഒരു 100 മൈൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഇതുള്ളത്. ഇത് സ്ഥാപിക്കുന്നത് ആൻറ്റിയോക്യസ് രണ്ടാമൻതിയൂസ് ഏതാണ്ട് BC 261-253 ഈ കാലഘട്ടങ്ങളുടെ ഇടയിലാണ് ഈ ലവുദിക്ക എന്ന് പറയുന്ന പട്ടണം സ്ഥാപിക്കപ്പെടാനായിട്ട് ഇടവരുന്നത്. ഇതിനെ ഈ രാജാവ് ആൻറ്റിയോക്യസ് രണ്ടാമൻ രാജാവ് പേരിടുന്നത് തൻ്റെ ഭാര്യയുടെ പേര് തന്നെയാണ്. ലൗദിയസ് എന്ന തൻ്റെ ഭാര്യയുടെ പേരാണ് ഈ പട്ടണത്തിന് അദ്ദേഹം ഇടുന്നത്. പക്ഷേ ഈ ഭാര്യ തന്നെ പിന്നീട് ഈ രാജാവിന് വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ലവുദിക്ക സ്ഥിതി ചെയ്യുന്നത് ഒരു നദിയുടെ തീരത്താണ്. ഈ നദിയുടെ തീരം ലൈക്കുസ് എന്ന് പറയുന്നൊരു നദിയുടെ തീരത്താണ് ഈ ലവുദിക്ക എന്ന് പറയുന്ന ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സഭയെക്കുറിച്ചാണ് ഈ ദൂതുള്ളത്. ഈ നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ പശ്ചാത്തലവും അവർ കുടിക്കുന്ന വെള്ളവും അവരെങ്ങനെയാണ് വെള്ളം സ്വീകരിക്കുന്നത്, ആ വെള്ളം എങ്ങനെ എടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നും വചനത്തിൻ്റെ പൊരുൾ എന്താണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15ഉം 16ഉം തിരുവചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. റെവലേഷൻസ് 3:15-16. നിൻ്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ വായിൽ നിന്ന് തുപ്പിക്കളയും. ഇതാണ് കർത്താവിൻ്റെ പരാതി. കർത്താവ് പറയുന്നത്, നിനക്ക് ചൂടുമില്ല തണുപ്പുമില്ല. നിനക്ക് ചൂടോ തണുപ്പോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം നിറവേറുന്നില്ല. ഇത് രണ്ടുമില്ലാതെ നീ ചൂടും തണുപ്പില്ലാതെ ഒരു മന്ദോഷ്ണനായിട്ട് നീ ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും എന്നാണ് കർത്താവ് പറയുന്നത്. ഒന്നുകിൽ നിനക്ക് തണുപ്പുണ്ടാകണം, അല്ലെങ്കിൽ നിനക്ക് ചൂടുണ്ടാകണം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഈ ലവുദിക്ക ആ മനുഷ്യരെ വെള്ളം എടുത്തിരുന്നത്, അവരെങ്ങനെയാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാലാണ് ഈ വചനത്തിൻ്റെ ആന്തരികമായ പൊരുൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ലവുദിക്ക എന്ന് പറഞ്ഞ പട്ടണം അത് സ്ഥിതി ചെയ്യുന്നത് ലൈക്കോസ് നദിയുടെ തീരത്താണ്. അപ്പോൾ എന്താ ഇവർ ഈ ലൈക്കോസ് നദിയിലെ വെള്ളം ഇവരെടുത്തിരുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കുന്നു, ഈ നദിയുടെ വെള്ളം ഇവരെടുത്തിരുന്നില്ല. കാരണം ഇതിലത്തെ വെള്ളം ഹെവി മിനറൽ കണ്ടൻ്റ് ആയിരുന്നു. കൂടുതലായിട്ടും കാൽസ്യം കാർബണേറ്റ്, ഹാർഡ് വാട്ടർ ആയിരുന്നു. അത് കുടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ വെള്ളം പ്രധാനമായിട്ട് അവരെടുത്തിരുന്നില്ല. അതുമാത്രമല്ല, അതിന് ടർബിഡിറ്റി കൂടുതലായിരുന്നു. കലക്കം, ടർബിഡിറ്റി കൂടുതലായിരുന്നു. അതുകൊണ്ട് അത് കുടിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ ഇടവന്നിരുന്നു. ഇത് മാത്രമല്ല, ഇതിൽ വർഷക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാകുള്ളൂ, വേനൽക്കാലത്ത് ഇതിൽ വെള്ളം ഉണ്ടാകില്ല. അങ്ങനെയുള്ളത് കൊണ്ട് അവർ റോമൻ എൻജിനീയറിങ്
തത്വങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്വിഡക്ട്സ് അവരെ ഒത്തിരിയേറെ ജലസ്രോതസ്സുകൾ അവരുണ്ടാക്കുന്നുണ്ട്. അവരെ ചെറിയ ചെറിയ കനാലുകൾ, ജലപാതകൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി. അവർ ഈ വെള്ളം കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും 6 മൈൽ വടക്ക് നിന്ന് ഹിറാപ്പോളിസ് എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് ഈ വെള്ളം കൊണ്ടുവരുന്നത്. ഈ ഹിറാപ്പോളിസ് 6 മൈൽ വടക്കുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ വെള്ളം ചൂടുള്ളൊരു വെള്ളമാണ്. അത് വൈദ്യഗുണമുള്ള, ഔഷധ ഗുണമുള്ള നല്ല വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ്. ആ വെള്ളം അവർ ഈ 6 മൈൽ അപ്പുറത്ത് നിന്ന് ഈ ലൗകിക പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് പൈപ്പുകളിലൂടെയും അതുപോലെ തന്നെ കനാലിലൂടെയൊക്കെയാണ്, ചെറിയ ചെറിയ കനാലുകൾ കുഴിച്ച് അതിലൂടെയാണ് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ചൂടുള്ള വെള്ളം അവിടെ നിന്ന് ഈ ലൗകികയിലേക്ക് എത്തുമ്പോഴേക്കും ഈ 6 മൈൽ യാത്ര ചെയ്ത് ഈ 6 മൈൽ ഈ പൈപ്പിലൂടെ വന്ന് അതിവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ആ ഔഷധ ഗുണം നഷ്ടപ്പെട്ടു, അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ടു, അത് മന്ദോഷ്ണമായിട്ട് തീരുകയാണ്. അപ്പോൾ ഈ സഭയ്ക്ക് ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ അവർക്ക് കൃത്യം അറിയാം എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന്. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതവരുടെ അനുദിന ജീവിത അനുഭവമാണ്. അവർ ഈ വെള്ളം കൊണ്ടുവരുന്നത് ഈ 6 മൈൽ അകലയിൽ നിന്നാണ്. അകലയിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ഔഷധ ഗുണം, അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ട് അത് മന്ദോഷ്ണമായിട്ട് തീരുകയാണ്, ലൂക്വാമായിട്ട് തീരുകയാണ്, അതിൻ്റെ ഔഷധ ഗുണം നഷ്ടപ്പെടുകയാണ്. ഇതാണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തണുപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു 10 മൈൽ കിഴക്ക് കൊളോസിയ, പൗലോസ്ലീഹ കൊളോസിയക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ഒരു ജലസ്രോതസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ജലം തണുത്ത ജലമാണ്, ശുദ്ധമായ ജലമാണ്, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ജലമാണ്. അതായത് കുളിച്ചു കഴിഞ്ഞാൽ വളരെ റിഫ്രഷിംഗ് ആണ്. നമ്മളിപ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊക്കെ ഓടി എക്സസൈസൊക്കെ എടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ വെരി റിഫ്രഷിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ അതുപോലത്തെ ശുദ്ധമായിട്ടുള്ള തണുത്ത വെള്ളമാണ് ഈ കൊളോസിയയിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതാണ് അടുത്ത സ്രോതസ്സ്, ഈ 10 മൈൽ അകലെയുള്ള കിഴക്ക് ഭാഗത്തുള്ള കൊളോസിയ എന്ന് പറയുന്നത്. പക്ഷെ അതും അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ, അത് അല്പം ദൂരം കൂടുതലാണ്, ആ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഗുണം നഷ്ടപ്പെട്ടു പോകുകയാണ്. അതിൻ്റെ ആ റിഫ്രഷിങ് അതിങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ റീവിറ്റലൈസേഷൻ, അതിനെ ഒരു പുതിയ, നമുക്കതിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ടല്ലോ, ആ എഫക്റ്റ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതാണ് ഇതിനൊന്നും ഉദ്ദേശിക്കുന്നത്, കർത്താവോട് ഉദ്ദേശിക്കുന്നത്. നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല, പകരം നീ മന്ദോഷ്ണനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും എന്ന് കർത്താവോടെ കൃത്യമായിട്ട് പറയുകയാണ്. ഇതാണ് ഈ അവസ്ഥ, ഈ ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥ. പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഇതുപോലെ ചൂടും തണുപ്പുമില്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന് വ്യത്യസ്തമായ തലങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. എന്താണ് ഈ ചൂടില്ലാത്ത അവസ്ഥ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ പ്രതി തീഷ്ണതയില്ലാത്തൊരവസ്ഥ. അതായത് വലിയൊരു അപകടസ്ഥിതിയുണ്ട് ഇതിൽ. നമ്മൾ വിചാരിക്കും നമുക്കൊരു കുഴപ്പമില്ലാന്ന്, നമ്മൾ വിചാരിക്കും നമുക്കൊരു കുഴപ്പമില്ലാന്ന്, പക്ഷെ കുഴപ്പമുണ്ട്, ഒരു ഗുണമില്ല. നമുക്ക് കർത്താവ് എന്താണോ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ ചൈതന്യവും ആ കൃപയും നമ്മളായിരിക്കുന്ന സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യവും നമ്മിൽ നിന്ന് ലഭിക്കാതെ പോകുന്നൊരവസരം ഉണ്ടാവുകയാണ്. അങ്ങനെ ഗുണം നഷ്ടപ്പെടുന്ന ഒരു ക്രൈസ്തവ ജീവിതം, ഒരു നിർഗുണാവസ്ഥ, അങ്ങനെ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ തരംതാന്ന് പോകുന്നൊരവസ്ഥ. ഇതാണ് കർത്താവോട് ഉദ്ദേശിക്കുന്നത്. ചൂട് നഷ്ടപ്പെടുന്ന അവസ്ഥ, മന്ദോഷ്ണതയുള്ള ഒരവസ്ഥ. ഇത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. ഏലിയ പ്രവാചകൻ ഇങ്ങനെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു ഏലിയ പ്രവാചകൻ്റെ ജീവിതം. നമ്മൾ കാണുന്നുണ്ട്, ജെസബലിൽ നിന്ന്, ആഹാബിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഓടിപ്പോകുന്ന ഏലിയ പ്രവാചകൻ, ഹോറബ് മലയിലെ ഒളിക്കുന്ന ഏലിയ പ്രവാചകൻ. അവിടെ നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 9-10 തിരുവചനം. ഏലിയ അവിടെ ഹോറബ് മലയിലൊരു ഗുഹയിൽ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദർശനം ഉണ്ടാകുന്നതാണ്. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇതാണ് ഈ ചൂടുള്ള അവസ്ഥ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്.
ഇതാണ് ഈ ചൂടുള്ള അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു സ്പാർക്ക് നമുക്ക് ഉണ്ടാകുന്നുണ്ടോ? കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു സ്പാർക്ക്, ഒരു ജ്വലിക്കൽ, ഒരു തീഷ്ണത എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നിർഗുണാവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ചൂടുമില്ല, നമുക്കൊരു തണുപ്പുമില്ല, നമുക്ക് ചൂടിൻ്റെ ഔഷധ ഗുണമില്ല, തണുപ്പിൻ്റെ ഒരു പുതിയ എനർജി, പുതുജീവൻ നൽകുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ. പേരിന് ക്രൈസ്തവൻ, പേര് ക്രിസ്ത്യൻ പേരാണ്. അപ്പോൾ ചില ആൾക്കാരുടെ പേര് ക്രിസ്ത്യൻ പേരുമല്ല, കേട്ട് കഴിഞ്ഞാൽ ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതെന്തേലും ആവട്ടെ. പക്ഷേ ക്രിസ്ത്യാനിയാണോ? ആണ്. ക്രിസ്ത്യാനിയാണോ? അത് ജീവിതത്തെ തൊടുന്നില്ല, അത് ജീവിതത്തെ ബാധിക്കുന്നില്ല. നമ്മൾ സ്വീകരിക്കുന്ന കുദാശകൾ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. വായിക്കുന്ന കേൾക്കുന്ന ദൈവവചനങ്ങൾ തൊടുന്നില്ല നമ്മുടെ ഒരു ജീവിത അനുഭവമായിട്ട് മാറുന്നില്ല. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. നമ്മളെ കാണുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം, നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ്. കർത്താവിൻ്റെ കരങ്ങളാകാൻ, കർത്താവിൻ്റെ സ്നേഹമാകാൻ, കർത്താവിൻ്റെ സാന്ത്വനമാകാൻ, കർത്താവിൻ്റെ സ്പർശമാകാൻ, കർത്താവിൻ്റെ സ്വന്തമാകാൻ, കർത്താവ് സ്നേഹിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള മനസ്സിന് അനുഭവവേദ്യമാകാൻ, ഇതൊക്കെയാണ് കർത്താവിൻ്റെ സ്വപ്നങ്ങൾ. പക്ഷേ അതുണ്ടാകുന്നില്ല. കാരണം ഒരു ചൂടില്ല, ഒരു സ്പാർക്കില്ല. ഏലിയാ പ്രവാചകൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലെ വലിയൊരു വെല്ലുവിളിയാണ്. ജീവിതത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ഒത്തിരിയേറെ വേദനകൾ സഹിക്കുന്ന അവസ്ഥ. അവിടെ ആ പ്രാർത്ഥനയിൽ ഏലിയ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നത് എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കർമ്മലീത്ത സഭകളിലും അവരുടെ പൊതുമുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏലിയ പ്രവാചകൻ്റെ മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയാണ് എല്ലാ കർമ്മലീത്തരും കർമ്മലീത്ത സഭകളും അവരുടെ പൊതുമുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഞാനും ഒരു കർമ്മലീത്ത സഭയിൽപ്പെട്ട വൈദികനാണ്, CMI സന്യാസ സമൂഹത്തിൽപ്പെട്ട വൈദികനാണ്. ഞങ്ങളുടെയും പൊതുമുദ്രാവാക്യം ഇതാണ്: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഏലിയായുടെ ദൈവദർശനമാണ്, ദൈവാനുഭവമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് കടന്നു പോകുന്നു, കൊടുങ്കാറ്റ്, കർത്താവില്ല. പിന്നീട് നമ്മൾ കാണുന്ന അവിടെ ഭൂകമ്പത്തിൽ കർത്താവില്ല. പിന്നീട് നമ്മൾ കാണുന്ന അഗ്നിയിൽ കർത്താവില്ല. അതിനുശേഷം നമ്മൾ വായിക്കുന്നൊരു മൃദുസ്വരം. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ എ സൈലൻറ്റ് വോയിസ് എന്നാണ്. എ സൈലൻറ്റ് വോയിസ്. അതൊരു കോൺട്രഡിക്ഷനാണ്. വോയിസ് എങ്ങനെയാണ് സൈലൻ്റ് ആകുന്നത്? വോയിസ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ സൈലൻസ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതൊരു സൈലൻറ്റ് വോയിസാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ നിറവിൽ ദൈവികമായ തീഷ്ണത, ദൈവികമായ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ഏലിയ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ മൃദുസ്വരം, ആ സൈലൻറ്റ് വോയിസ് ഏലിയായോട് ചോദിക്കും. നമ്മൾ കാണുന്നു 1 രാജാക്കന്മാരെ 19-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. 1 കിങ്സ് 19, 13, 14 തിരുവചനങ്ങൾ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു, പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു: ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇതാണ് ഈ പറയുന്ന ചൂടുള്ള അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ദൈവികമായിട്ടുള്ളൊരു ചൂട് നമുക്കില്ലാതെ പോകാം, ഒരു മന്ദഗതി നമുക്കുണ്ടാകുക. കർത്താവിൻ്റെ ദിവ്യമായ സ്പർശനം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഉണ്ടാകണം. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ കർത്താവ് പറയുന്ന പോലെ ചൂടുള്ള ക്രൈസ്തവനാകണം. ചൂടെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ക്രൈസ്തവനല്ല, അതായത് എല്ലാവരോടും എപ്പോഴും ചൂടാകുന്ന ക്രൈസ്തവനല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ചൂട്, കർത്താവിൻ്റെ തീഷ്ണതയുടെ ചൂട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് ഇപ്പോൾ എല്ലാവരും ചൂടാണല്ലോ. ആൾക്കാരെപ്പോഴും ആരും അങ്ങനെ പ്രത്യേകിച്ച് തണുത്തല്ലിരിക്കണേ, ഒക്കെ എല്ലാവരും ചൂടായിട്ടിരിക്കണേ. ഞാനടക്കം എല്ലാവരും ഏത് നേരവും ചൂടായിട്ടിരിക്കണേ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ആ തീഷ്ണതയുടെ ചൂടാണ്. അതീവ തീഷ്ണതയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏലിയ പ്രവാചകനെ പോലെയുള്ള കർത്താവിനെ പ്രതി ഒരു ജ്വരം,
അതുണ്ടാകണം. ആ ജ്വരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ജീവിതം മാറുട്ടാ. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ പേമാരി ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. പലപ്പോഴും പല ചങ്ങലകളാൽ നമ്മുടെ ജീവിതം കൂട്ടിക്കെട്ടിയിരിക്കുക. പുരോഗതിയില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് മാറി ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിലേ തീർച്ചയായിട്ടും ഈ കർത്താവിൻ്റെ തീഷ്ണത നമ്മെ പിടികൂടണം. ക്രിസ്ത്യാനിറ്റി ഈസ് നെവർ ടോട്ട്, ഇറ്റ് ഈസ് കോട്ട് എന്ന് പറയും. ദൈവാത്മാവ് നമ്മളെ പിടികൂടണം. ദൈവിക രൂപി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ കർത്താവ് പറയുന്ന ചൂടുള്ള അവസ്ഥയിലുള്ളൊരു ക്രൈസ്തവരായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്ന ചൂട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഞങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെ ജീവിതം ഈ തരത്തിലുള്ള ദൈവാത്മാവിൻ്റെ കയ്യൊപ്പുള്ള, ദൈവാത്മാവ് പിടികൂടിയൊരു മനുഷ്യനായിരുന്നു വിശുദ്ധ ചാവറ പിതാവ്. ചാവറ പിതാവ് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ, എന്തുമാത്രം കാര്യങ്ങളാണ് ചാവറ പിതാവ് ചെയ്യുന്നത്. 1831 മെയ് മാസം 31 CMI സന്യാസ സമൂഹം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് പാലക്കൽ പോരുക്കര തോമാമൽപ്പാന്മാരോട് കൂടെ ആരംഭിക്കുന്നത്. മച്ചിയായ ഈ കേരള സഭയിൽ വിശുദ്ധരുണ്ടാകണം എന്നുള്ളതാണ് വിശുദ്ധ ചാവറ പിതാവിൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ലിയോപ്പോൾഡ് മൂപ്പച്ചനോട് കൂടി ചേർന്നുകൊണ്ട് അദ്ദേഹം CMC സന്യാസിനി സമൂഹത്തിനും അദ്ദേഹം രൂപം നൽകുന്നു. കേരളത്തിലെ ഭാരതത്തിലെ ആദ്യത്തെ എതിർദേശീയ സന്യാസ സമൂഹങ്ങൾ CMI സന്യാസ സമൂഹവും CMC സന്യാസ സമൂഹവും അങ്ങനെ രൂപം കൊള്ളുകയായി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 1846 ആദ്യത്തെ സുറിയാനി സെമിനാരി വിശുദ്ധ ചാവറ പിതാവ് ആരംഭിക്കുന്നു. പിതാവിൻ്റെ ദർശനം ഇതാണ്: പഠിത്തമില്ലാത്ത പട്ടക്കാരൻ തനിക്ക് തന്നെയും മറ്റുള്ളവർക്കും അപകടം ചെയ്യും. അതുകൊണ്ട് വൈദികർ അറിവുള്ളവരാകണം, വിവരമുള്ളവരാകണം, പഠിത്തമുള്ളവരാകണം. എങ്കിലേ അവരുടെ ജീവിത വിശുദ്ധി അത് മറ്റുള്ളവരെ ആ രീതിയിൽ നയിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള വിശുദ്ധ ചാവറ പിതാവിൻ്റെ നിഷ്ഠയാണ് സിറോ മലബാർ സഭയിലെ ആദ്യത്തെ സെമിനാരി ഉണ്ടാകാനായിട്ടുള്ള കാരണം. അങ്ങനെ തീഷ്ണത കൊണ്ട്, കർത്താവിൻ്റെ തീഷ്ണത കൊണ്ട് ഇരിഞ്ഞിരുന്നൊരു മനുഷ്യൻ. ചാവറ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, 1 മണിക്കൂർ സമയമൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ചാവറ പിതാവ്. 1 മണിക്കൂർ കഴിഞ്ഞാലും ചിലപ്പോൾ ചാവറ പിതാവ് തിരിച്ചറിയാറില്ല അത് തൻ്റെ പ്രാർത്ഥന കഴിയാറായി എന്നുള്ളത് തിരിച്ചറിയാറില്ല. നമ്മളും ചിലപ്പോൾ പ്രാർത്ഥന കഴിയുന്നത് അറിയാറില്ല, അത് ഉറങ്ങിയിട്ടാണ്. ചാവറ പിതാവ് പക്ഷേ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി കണ്ണീർ വാർത്തുകൊണ്ട് ദൈവം നൽകിയ അത്ഭുതങ്ങളും അടയാളങ്ങളും, ദൈവം നൽകിയ വലിയ കൃപയും അനുഗ്രഹങ്ങളൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന വിശുദ്ധ ചാവറ പിതാവ്. ആ തീഷ്ണതയാണ് ചാവറ പിതാവിനെ കൊണ്ട് ഇതൊക്കെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഒരുപക്ഷെ കേരള സമൂഹത്തിന് വിശുദ്ധ ചാവറ പിതാവ് നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ അത് നമ്മൾ പരിശോധിച്ചറിയുകയും ഇന്നത്തെ പൊതുസമൂഹം ഒരർത്ഥത്തിൽ വലിയ അളവോളം അത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചാവറ പിതാവ് അതൊക്കെ ചെയ്യുന്നത് ഈ തീഷ്ണത കൊണ്ട് എരിഞ്ഞിട്ടാണ്, ഈ ചൂടുള്ള ക്രൈസ്തവനായതുകൊണ്ടാണ്. കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞതുകൊണ്ടാണ്. ആ സ്നേഹത്തിൻ്റെ ബാഹ്യപ്രകടനങ്ങളാണ് ചാവറ പിതാവിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ. 1846 കേരളത്തിലെ കത്തോലിക്കരുടെ ആദ്യത്തെ വിദ്യാലയം, കേരള കത്തോലിക്കരുടെ, അത് 1846 മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം ചാവറ പിതാവ് ആരംഭിക്കുന്നു. എന്താ ഒരു സംസ്കൃത വിദ്യാലയത്തിൻ്റെ പ്രത്യേകത? ആ കാലഘട്ടം, കേരളത്തിലെ കാലഘട്ടം ജാതി വ്യവസ്ഥതകളുടെ അത് ഉച്ചസ്ഥിതിയിലായിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ തീവ്രതയുടെ ഭാവപ്പകർച്ചകൾ കൊണ്ട് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യനെ മനുഷ്യനായി കാണാതെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് നിർത്തുന്ന ഇടുങ്ങിയ ചിന്താവ്യവസ്ഥിതികളുടെ ആ കാലഘട്ടങ്ങളിലെ ദേവഭാഷയെന്ന് കരുതപ്പെട്ടിരുന്ന സംസ്കൃതം ചാവറ പിതാവ് ആരംഭിക്കുകയാണ്. സംസ്കൃതം ആരംഭിക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് പഠിപ്പിക്കാനായിട്ട് വരേണ്യവർഗത്തിൽ ആരെയും ലഭിക്കാതെ വരുന്നു. കാരണം അത് പഠിപ്പിക്കാനായിട്ട് ചാവറ പിതാവിനോട് ചേർന്നുകൊണ്ട് വന്നവൻ അവൻ്റെ സമുദായത്തിൽ നിന്നൊരുപക്ഷെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാം.
പിന്നീട് ഒരു പക്ഷേ പാവർട്ടിയിൽ നിന്നാണ് അത് പഠിപ്പിക്കാൻ ഒരു വ്യക്തിയെ കിട്ടുന്നത് മാതാനത്തേക്ക് എന്നുള്ളത് ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയതായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ചാവറപിതാവ് പഠിപ്പിക്കുമ്പോൾ ഒരുമിച്ചിരുത്തി ജാതിയുടെ വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായിക്കൊണ്ട് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ചാവറപിതാവ് ഒരുപക്ഷേ എന്താണോ വിദ്യാലയങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത് എല്ലാവരെയും സ്വന്തമായിട്ട് കാണണം, വേർതിരിവില്ലാതെ കാണണമെന്നുള്ളൊരു കാര്യം മനുഷ്യരെ പഠിപ്പിക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ നിന്ന് വന്ന പല പാവപ്പെട്ട മക്കളും പിന്നീട് വരുന്നില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ വരാത്തത് അവൻ വീണ്ടും പാടത്തെ പണിക്ക് പോയതാണ്. പാടത്തെ പണിക്ക് പോയാൽ അവന് കപ്പപ്പുഴുക്ക് കിട്ടും. അപ്പോൾ ഈ സ്കൂളിൽ വന്നാൽ അവനത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവൻ്റെ പഠനം മുടങ്ങിപ്പോകുന്നുവെന്ന് കണ്ട ചാവറപിതാവ് തുടങ്ങിയതാണ് ഉച്ചക്കഞ്ഞി. ഏഷ്യയിൽ ആദ്യമായിട്ട് ഉച്ചക്കഞ്ഞി ആരംഭിക്കുന്നത് വിശുദ്ധ ചാവറപിതാവാണ്. അങ്ങനെ ആരെയും വേർതിരിവില്ലാതെ സ്വന്തമായിട്ട് കണ്ട് ദൈവമക്കളായിട്ട് കണ്ട് ആ വലിയ സാമുദായികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വിശുദ്ധ ചാവറപിതാവ്, ഇത് ചൂടുള്ള മനുഷ്യൻ. കേരളക്കരയിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് അഗതി മന്ദിരം 1856 കൈനഗിരിയിൽ വിശുദ്ധ ചാവറപിതാവ് ആരംഭിക്കുമ്പോൾ അതിനെ നടത്തിപ്പേൽപ്പിക്കുന്നത് കൈനഗിരിയിലെ സമൂഹത്തെയാണ്. ഇന്ന് സഹകരണ സംഘങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രാഗ് രൂപം എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ കാണാനായിട്ട് ഇടവരുന്നത്. കെട്ടുതെങ്ങ് പിടിയരി സമ്പ്രദായമൊക്കെ ചാവറപിതാവ് കൊണ്ടുവരുന്നതൊക്കെ ഈ സഹകരണ സംഘങ്ങളുടെ ഒരു പ്രാഗ് രൂപമാണ്. എങ്ങനെയാണ് ധനം കൊണ്ടുവരാൻ, പൊതുവായിട്ട് എങ്ങനെയാണത് പൂൾ ചെയ്യുക, എങ്ങനെയാണതൊരു ചിന്തയ്ക്ക് വേണ്ടി ഒരു ആശയത്തിന് വേണ്ടി ചിലവാക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകകളായിട്ട് ചാവറപിതാവിനോട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇതൊക്കെ ചാവറപിതാവ് ചെയ്യുന്നത് ഈ ചൂടുള്ളത് കൊണ്ടാണ്. ഈ സുവിശേഷത്തിൻ്റെ ചൂട് ഉള്ളിൽ നിറഞ്ഞത് കൊണ്ടാണ് ചാവറപിതാവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പെൺപൈതങ്ങൾക്ക് അവരും പഠിക്കണമെന്നുള്ള നിഷ്ഠയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ലിയോപ്പോൾഡ് മുപ്പച്ചനോട് ചേർന്നുകൊണ്ട് പെൺപൈതങ്ങൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി ബോർഡിംഗ് ആരംഭിക്കുന്നു ഗുനമാവിലെ. പിന്നീട് CMC സന്യാസിനി സമൂഹവും ആരംഭിക്കുവാനായിട്ട് ചാവറപിതാവ് ഇടവരുന്നു. ഇന്ന് നമ്മൾ കേരളീയർ 100% സാക്ഷരതയുള്ളവരാണെന്ന് അഭിമാനിക്കുന്നു. ഇതാ ഡിജിറ്റൽ സാക്ഷരതയും നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഭിമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ വികാരി ജനറാളിനെ കാണാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു പള്ളിയുണ്ടെങ്കിൽ ആ പള്ളിയോട് ചേർന്നൊരു പള്ളിക്കൂടം സ്ഥാപിക്കണമെന്ന് അന്ന് കൽപ്പന പുറപ്പെടുവിച്ച ചാവറപിതാവാണ് 1864. ഇല്ലെങ്കിൽ പള്ളി നിങ്ങൾ അടച്ചു പൂട്ടിക്കോളും. കാരണം അറിവുണ്ടാകണം, അതിന് പ്രസ്സുണ്ടാകണം. അതും ചാവറപിതാവിൻ്റെ മറ്റൊരു ചിന്തയായിരുന്നു, മറ്റൊരു നിഷ്ഠയായിരുന്നു. ഈ പ്രസ് 1844 മാതാനത്ത് വെച്ച് ചാവറപിതാവ് ആരംഭിക്കുന്നത്. ഒത്തിരിയേറെ തടസ്സങ്ങൾ ചാവറപിതാവിനുണ്ടാകുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് പോയി, വഞ്ചിയിൽ പോയി ഗവൺമെൻറ് പ്രസ് കണ്ടത് മനസ്സിൽ വരച്ച് അത് പിന്നീട് വാഴപ്പിണ്ടിയിൽ തീർത്ത് ആശാരിയോട് പറഞ്ഞ് അതുപോലൊരു പ്രസ് ഉണ്ടാക്കാനും അങ്ങനെ ആദ്യത്തെ പ്രസ്സിൽ നിന്ന് ആദ്യത്തെ പേപ്പർ അടിച്ചു വരുമ്പോൾ മനുഷ്യരത് മണത്ത് നോക്കുന്നതുമൊക്കെ നാളാഗമത്തിൽ ചാവറപിതാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു ചാവറപിതാവ്, തീഷ്ണതയായിരുന്നു ചാവറപിതാവിനെ. തീർച്ചയായിട്ടും ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, തമിഴ്, ലത്തീൻ, സുറിയാനി ഭാഷകളൊക്കെ അറിയാവുന്ന ചാവറപിതാവ് അവസാന കാലഘട്ടങ്ങളിൽ പോർച്ചുഗീസ് ഭാഷയും പഠിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു, തൻ്റെ കണ്ണുപോലും വേദനിക്കുന്ന അവസരങ്ങളിൽ. കാരണം അതിലും ആത്മീയ പുസ്തകങ്ങളുണ്ട്, അത് വായിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം അവിടെ കുറിച്ചു വെച്ചത് തിരിച്ചറിയാനായിട്ട് ചാവറപിതാവിൻ്റെ മനസ്സിലുണ്ടായ ജ്വരമാണ്, ആ ചൂടാണ് ചാവറപിതാവിനെ മുന്നോട്ട് നയിക്കുന്നത്. കൈരളിക്ക് സാഹിത്യത്തിന് ചാവറപിതാവ് നൽകിയ സംഭാവനകൾ, അനസ്താസിയുടെ രക്തസാക്ഷിത്വം ഒരുപക്ഷെ മലയാള സാഹിത്യ ലോകത്തെ ഖണ്ഡകാവ്യങ്ങളിൽ ആദ്യത്തേതെന്ന് പറയാവുന്നതാണ്. ആത്മാനുതാപം എത്രയോ മനോഹരമായിട്ടുള്ളൊരു ആത്മാവിൻ്റെ നെടുവീർപ്പുകളും ചിന്തകളും ആവിഷ്കരിക്കുന്നതാണ്. പ്രാർത്ഥനയുടെ മനോഹരമായിട്ടുള്ള ചിന്തകൾ നമുക്ക് നൽകുന്ന ധ്യാനസല്ലാപങ്ങൾ, ഒരുപക്ഷെ ക്രോണിക്കിൾസ്, ചരിത്രം എങ്ങനെയാണ് നാളാഗമങ്ങളായിട്ട് കുറിച്ചു വയ്ക്കുക എന്നുള്ളത് ചാവറപിതാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എക്ലോസ്, ഞങ്ങളുടെ അമ്പലക്കാട് നവസന്യാസ ഭവനത്തിലൊക്കെയുള്ള ഇടയ നാടകങ്ങൾ ഒരുപക്ഷെ അവതരണ നാടകത്തിൻ്റെ ആദ്യ രൂപങ്ങളായിട്ട് മലയാളക്കരയിൽ കാണാവുന്നതാണ് എന്ന് ഇന്ന് സാഹിത്യകാരന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. അതാണ് ശരിയെന്ന് കാലഘട്ടങ്ങൾക്ക് ശേഷം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, കൈരളിന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ചാവറപിതാവ് കൈരളിക്ക് നൽകിയ സംഭാവനകൾ മാത്രമല്ല എൻ്റെ പ്രിയമുള്ളവരത് പിന്നിലുള്ളത് ഈ തീയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തണം, അതെല്ലാ മേഖലകളിലൂടെയും എത്തണം.
എന്നുള്ള ചവറ പിതാവിൻ്റെ മനസ്സിലെ തീയായിരുന്നു. 40 മണിക്കൂർ ആരാധന ചവറ പിതാവ് തുടങ്ങിയത്, കുരിശിൻ്റെ വഴി കൊണ്ടുവരുന്നത്, ആരാധനാക്രമത്തെ ചിട്ടപ്പെടുത്തുന്നത്, പ്രാർത്ഥനകൾ ക്രോഡീകരിക്കുന്നത്, ഇതൊക്കെ ചവറ പിതാവ് ചെയ്യുന്നത്. കൂടാതെ ഞായറാഴ്ചത്തെ പ്രസംഗങ്ങൾ, ധ്യാനപ്രസംഗങ്ങൾ കേരള സഭയിലേക്ക് കൊണ്ടുവരുന്നത്, ഇതൊക്കെ ചവറ പിതാവ് ചെയ്യുന്നതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചവറ പിതാവിൻ്റെ മനസ്സിലുള്ളത് ഈ തീയാണ്. അൽഫോൻസമ്മ രോഗിയായി ഈ പിതാവിനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ ചവറ പിതാവിനോട്, ഈ പുണ്യപിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. രോഗിയായ അൽഫോൻസമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ചവറ പിതാവ് പറയുന്നത്, കുഞ്ഞെ നീ ഒത്തിരിയേറെ സഹിക്കുന്നു അൽഫോൻസമ്മയോട്, നിനക്ക് അതുകൊണ്ട് സൗഖ്യമുണ്ടാകും, ഈശോ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് ചവറ പിതാവ് അനുഗ്രഹിക്കുന്നത്. അൽഫോൻസമ്മയെ പ്രത്യക്ഷപ്പെടുകയാണ് ദർശനത്തിലൂടെ അൽഫോൻസമ്മയ്ക്ക്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഈ തീയാണ് എൻ്റെ പ്രിയമുള്ളവരെ. ഈ തീ നമ്മെ ഇന്ന് തൊടട്ടെ. ഇത് തൊട്ടാൽ എൻ്റെ ജീവിതം മാറും, നമ്മുടെ ജീവിതം മാറും. സുവിശേഷത്തിൻ്റെ തീയെ, സ്നേഹത്തിൻ്റെ തീ, കൃപയുടെ തീയെ നമ്മിലൂടെ ചുറ്റുപാടുകളും പകർന്നൊഴുകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.